ഹായ് ഓൾ. ഇന്ന് അമ്മ സ്പെഷ്യൽ നാടൻ കൊഞ്ച് തീയലാണ്. കൊഞ്ച് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചായിരുന്നു ഓൾറെഡി നേരത്തെ. അതിന് ആവശ്യമായ മസാലകൾ റെഡിയാക്കാൻ പോവാണ്. അപ്പം മസാലയ്ക്ക് തേങ്ങ തിരികെ മാറ്റി വെച്ച് അതിന് ശേഷം ഒരു പാത്രത്തിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയാണ് എടുത്ത് വെച്ചത്. ഇത്രയും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് തേങ്ങ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ടാണ് വറുക്കാനിടുന്നത്. ഇല്ലെങ്കിൽ പലതും പല സൈസായിരിക്കും, നമുക്ക് വറുക്കുമ്പം ഒരേപോലെ മൂത്ത് കിട്ടില്ല. ഇങ്ങനെ ഒന്ന് പൊടിച്ചതിന് ശേഷം വറുക്കുകയാണെങ്കിൽ എല്ലാം ഒരേ സൈസ് ആയതുകൊണ്ട് നല്ല പെർഫെക്റ്റായിട്ട് മൂത്ത് കിട്ടും. ഒരു ചെറിയ ഇളം ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുക്കുന്നതിനകത്ത് കരിവേപ്പില മാത്രമേ എടുത്തുള്ളൂ, വേറെ ഒന്നും ചേർക്കാറില്ല. ചിലവർ കുരുമുളകും കൊച്ചുള്ളിയും ഒക്കെ ചേർക്കും, അമ്മ ഇതൊന്നും ചേർക്കത്തില്ല. ഇത്രയും വറുത്ത് അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടികൾ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടികൾ തട്ടിക്കൊടുക്കുമ്പം തീ ഓഫ് ചെയ്തിട്ട് വേണം തട്ടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകാൻ പാടില്ല. പിന്നെ പാത്രത്തിൽ തന്നെ ഇരുന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ആ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുകയും വേണം. അതിന് ശേഷം നമുക്കിതിനാവശ്യം കുറച്ച് കൊച്ചുള്ളിയാണ്. അപ്പോൾ ആ കൊച്ചുള്ളി ഇച്ചിരി തോനെ വേണം. ഒരു 10-16 കൊച്ചുള്ളി വേണം. ആ കൊച്ചുള്ളി എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. കൊച്ചുള്ളി പൊളിക്കുന്നത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള പണിയൊന്നും അല്ല, പിന്നെ ഓരോ ആവശ്യങ്ങൾക്ക് പൊളിച്ചല്ലേ പറ്റും. എളുപ്പം സവാള ആയതുകൊണ്ട് മിക്ക കറികൾക്കും സവാളയാണ് കൂടുതൽ എടുക്കാറ്. കൊച്ചുള്ളി പൊളിക്കാനുള്ള മടി കൊണ്ട് ഒന്നിനും എടുക്കാറില്ല. പിന്നെ കൊഞ്ച് തീയലിന് കൊച്ചുള്ളിയാണ് മെയിൻ, അതുകൊണ്ട് കൊച്ചുള്ളി പൊളിക്കുന്നു. ഞാൻ കൊച്ചുള്ളി പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ അതിനാവശ്യമായ പച്ചക്കറി എടുക്കുമായിരുന്നു. മുരിങ്ങയ്ക്ക, ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. ഒന്ന് വൃത്തിയാക്കി ഒരു ചട്ടിക്കകത്തോട്ട് അരിഞ്ഞിടുകയാണ്. അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ്, ചോരയൊന്നും വന്നില്ല, ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് കൈ കൊണ്ടു. അതാണ് അമ്മ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയത്. എന്തായാലും വലുതായിട്ടൊന്നും മുറിഞ്ഞില്ല. ഉരുളക്കിഴങ്ങും മുരിങ്ങയ്ക്കയും ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കും. ഈ മുരിങ്ങയ്ക്കയുടെ കൂടെ കുറച്ച് നമ്മുടെ കൊഞ്ചും കൂടെ ഇട്ടാണ് വേവിക്കുന്നത്. കൊഞ്ച് അമ്മ നേരത്തെ ഇട്ട് വേവിക്കും. പലർക്കും പല രീതിയാണ്. ഇവിടുത്തെ അമ്മയുടെ രീതിയാണ് ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രത്യേകം വേവിക്കത്തൊന്നുമില്ല. ഈ അരപ്പൊഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള വേവിപ്പേ ഉള്ളൂ. അമ്മ പക്ഷെ അങ്ങനെയല്ല, മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങിൻ്റെയും കൂടെ കൊഞ്ചും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് ഇച്ചിരി നേർത്ത വെള്ളം ഒഴിച്ചാണ് വെച്ചത്. വേവിക്കാൻ അടുപ്പത്ത് വെച്ച് അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഉള്ളി പൊളിച്ച് തീർന്നില്ലായിരുന്നു. എനിക്ക് ഒത്തിരി സമയമെടുത്താണ് ഞാൻ ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഋതുവും കൂടി വന്ന് അവനും പൊളിച്ച് തരാമെന്നും പറഞ്ഞ് അങ്ങനെ അവൻ പൊളിക്കുന്നതാണ് ഇത്. എൻ്റെ കൊച്ച് കഷ്ടപ്പെട്ട് എന്നെ സഹായിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ളി പൊളിച്ച് കഴിഞ്ഞ് ആ ഉള്ളി പൊളിച്ചതിനെ കഴുകി വൃത്തിയാക്കി നീളത്തിന് അരിഞ്ഞ് വെക്കണം. അങ്ങനെ ഞാനാണെങ്കിൽ അതിനെ കഴുകി അരിയാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ്. അങ്ങനെ കുഞ്ഞായിട്ട്, ഒത്തിരി കട്ടിക്കുമല്ല എന്നാൽ ഭയങ്കര നൈസായിട്ടുമല്ല, ആ രീതിയിലാണ് നമ്മൾ ഈ ഉള്ളി അരിയുന്നത്. ഈ ഉള്ളി നമുക്ക് വഴറ്റാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി ഒരു കുഞ്ഞു ഉള്ളിയാണെങ്കിൽ ഒരു 3-4 ആയിട്ട് അരിയണം. ആ രീതിയിൽ ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഉള്ളി അരിയുമ്പം കണ്ണെരിയുന്നുണ്ട്, വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ഉള്ളി എടുത്ത അപ്പോഴേ എനിക്ക് കണ്ണെരിയും. അങ്ങനെയാണ്. നമ്മുടെ മുരിങ്ങയ്ക്കയും കൊഞ്ചും ഉരുളക്കിഴങ്ങും കൂടെ വേവായിട്ടുണ്ട്. ഈ വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ച് കളയത്തില്ല. ഈ വെള്ളം അതിൽ വെച്ചേക്കും. ആ വെള്ളം അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പ് മിക്സിയിൽ അരച്ച് വെള്ളം ചേർക്കാതാണ് അരക്കുന്നത്. അരയ്ക്കുമ്പോഴത്തേന് കണ്ട നല്ല എണ്ണ തെളിഞ്ഞ് നല്ല സെറ്റായി വന്ന് അതിന് ശേഷം ഇച്ചിരി വെള്ളം ചേർത്ത് അരയ്ക്കുവാണ്. വെള്ളം ചേർത്ത് അരച്ചപ്പം വെള്ളം കുറഞ്ഞു പോയി, അതുകൊണ്ട് ചൂട് വെള്ളം ചേർത്ത് ഒന്നുകൂടെ അരച്ച് അപ്പോഴത്തേന് നല്ല പേസ്റ്റ് കണക്കായി. പിന്നെ നമ്മളൊരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ വഴറ്റാനുള്ള പരിപാടിയാണ്. ഉള്ളിയും തക്കാളിയും മാത്രം വഴറ്റത്തുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ വേവിച്ചെടുക്കാമായിരുന്നല്ലോ. അപ്പോൾ ഉള്ളിയാണെങ്കിൽ നല്ല ഒന്ന് വഴണം. നല്ല വഴന്നുകൊണ്ടിരുന്ന സമയത്താണ്
ഋതു വഴക്കുണ്ടാക്കിയത്. ഇതോ അപ്പ ദോശ തരാന്ന് പോയി കഴിക്കുന്നോ? ഓ ഇതോ അപ്പയും അളിയനും കൂടെ കഴിക്കും. ഋതു പോയി കഴിക്കുമോ? ആ കഴിക്കും. എൻ്റെ കുഞ്ഞിനും വേണേ ദോശ? അങ്ങനെ ഋതുവിനെ ചേച്ചിയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് പോയി. ആ സമയത്ത് അമ്മ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളി വഴന്ന് സെറ്റായായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി തക്കാളി അരിഞ്ഞ് തക്കാളിയും അതിലേക്ക് ചേർത്ത് നല്ല ഒന്ന് കുഴയുന്ന കണക്കൊന്ന് വഴണം. വഴന്ന് വരുന്ന സമയത്ത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേ. ഉപ്പും ഇട്ട് അത് നല്ല ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കൊഞ്ചും മുരിങ്ങയ്ക്കയും ഉരുളക്കിഴങ്ങുമില്ലേ അതിനകത്തായിട്ട് ഈ വഴറ്റിയത് അരിഞ്ഞ് തട്ടിക്കൊടുത്തിട്ട് ഈ അരച്ച് വെച്ച അരപ്പും തട്ടിക്കൊടുക്കണം. ഇതിൻ്റെ അകത്ത് ഇനി പുളിവെള്ളവും കൂടി ചേർക്കണം. പുളിവെള്ളവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്തുള്ള ഏകദേശം എല്ലാം സെറ്റാവും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം. നല്ല തിളച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം തീയാക്കി വെക്കണം. മീഡിയം തീയാക്കി ഒരു 15 മിനിറ്റോളം വെന്ത് വരണം. ഏകദേശം എല്ലാ പച്ചക്കറികളും നമുക്ക് വെന്തായിരുന്നല്ലോ. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ 10-15 മിനിറ്റ് വേവിക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിച്ചൊഴിക്കാൻ ആകെ കരിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ എടുത്തുള്ളൂ, കടുകും എണ്ണയും. അങ്ങനെ നമ്മുടെ തീയൽ റെഡിയായി. ആദ്യം പിള്ളേർക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് അവർക്ക് ചോറ് കൊടുക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഋതുവിനുള്ള ചോറാണ്. കുറച്ച് ചോറും കൊഞ്ചും മീൻ പൊരിച്ചത് ഇത്രയാണ് എടുത്തത് അവന്. അത് കഴിഞ്ഞ് നാത്തൂൻ്റെ മോന് കൊടുത്തതാണ്. സൂപ്പറാണോ? ഓക്കെ.